ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും അധികം സെയിൽസ് വന്നിട്ടുള്ള സെഡാൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് ടോപ്പ് 10 സെഡാൻസ് തന്നെയാണ് നമ്മുടെ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം നമ്പർ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടൊയോട്ട ക്യാംറിയാണ്. നമുക്കറിയാം ക്യാംറി ഒരു ഇന്ത്യയിൽ ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്ന വാഹനമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഇതിന് സെയിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. ജസ്റ്റ് 122 വാഹനങ്ങളുടെ സെയിൽ മാത്രമാണ് ക്യാംറിക്ക് ലഭിച്ചത്. പക്ഷേ ഈ ഒരു സെഗ്മെന്റിൽ നിൽക്കുന്ന വാഹനങ്ങളൊന്നും ഇപ്പം നമുക്ക് നിലവിൽ വേറെ വരുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പണ്ട് നമ്മുടെ ഹോണ്ട അക്കോർഡും അതുപോലെ സൊനാറ്റ അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല. എനിവേ ഇപ്പോൾ ഇതിന് ഇത്തരം സെയിൽ കിട്ടുന്നതിന് അതുകൊണ്ട് നല്ലതാണ്. നമ്മളിതിന് മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏപ്രിൽ 2024 179 വാഹനങ്ങൾ സെയിൽസ് ആയിരുന്നു ഇതിന് കിട്ടിയത്. 57 വണ്ടികളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. 31.84% ആണ് ഇതിൽ വന്നിരിക്കുന്ന ടോട്ടൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം മന്ത് ഓൺ മന്ത് ബേസിൽ നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്. അത് ഈ ലോ വോളിയം സെയിൽസ് ആയതുകൊണ്ടാണ്. ചെറിയൊരു ഡീഗ്രോത്ത് വന്നാൽ തന്നെ പെർസെൻറ്റേജ് കണക്കിൽ അത് ഭയങ്കര ഹൈ ആയി പോകും. ഇനി അടുത്തായി 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ സിയാസ് ആണ്. ഇവർ കുറച്ച് കാലമായി ഈ വണ്ടി തിരിഞ്ഞു നോക്കിയിട്ട് വലിയ അപ്ഡേറ്റോ അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റോ അങ്ങനെ ഒന്നും തന്നെ അവർ കൊടുക്കുന്നില്ല. അകപ്പാട് BS6 അപ്ഡേറ്റ് കിട്ടിയത്, BS 6.2 അപ്ഡേറ്റ് കിട്ടിയതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ലാസ്റ്റ് വന്ന അപ്ഡേറ്റ്സ്. ഇതിന് കഴിഞ്ഞ മാസം 730 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഏപ്രിലിൽ 867 വാഹനങ്ങൾ സെയിൽസും കിട്ടിയതായിരുന്നു. 137 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. 15.8% ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ടോട്ടൽ ഡീഗ്രോത്ത് റേറ്റ്. ആൻഡ് നമ്മുടെ ക്യാംറി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് സിയാസ്. ഈ ലിസ്റ്റിൽ ഇപ്പം 5 വാഹനങ്ങൾക്ക് ഡീഗ്രോത്തും അതുപോലെ 5 വാഹനങ്ങൾക്ക് ഗ്രോത്തും വന്നിട്ടുണ്ട്. അതായത് രണ്ടും ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ സിയാസ് ഇവർ ഇത്ര അപ്ഡേറ്റ് കൊടുക്കാണ്ടും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ട് ഓരോ ആൾക്കാർ ഇങ്ങനെ വാങ്ങുന്നുണ്ട് എന്ന് പറയുന്നൊരു നല്ല കാര്യമാണ്. ഇപ്പോഴും ഈ വാഹനത്തിന് ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്തതായി 8th പൊസിഷനിൽ നിൽക്കുന്ന വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു വാഹനമാണ് ഹോണ്ട സിറ്റി. ഈ ഒരു അബവ് 4 മീറ്റർ കാറ്റഗറിയിൽ നിൽക്കുന്ന സെഡാൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്പർ 1 പൊസിഷനിൽ നിന്നിരുന്ന ഒരു വാഹനമാണ് ഒരുപാട് കാലമായിട്ട് സിറ്റി. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പ്രത്യേകിച്ച് അവരുടെ എലിവേറ്റ് ഇറക്കിയ സമയം തൊട്ട് നോക്കുകയാണെങ്കിൽ എലിവേറ്റിന്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും സിറ്റിയുടെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ സിറ്റി ഇപ്പം 4th പൊസിഷനിലാണ് നിൽക്കുന്നത്. ആകെ 5 വാഹനങ്ങളാണ് ഈ ഒരു സെഗ്മെന്റ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഇതിന് കഴിഞ്ഞ മാസം 1054 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമാണ് കിട്ടിയത്. ഏപ്രിൽ ഇതിലും കുറവായിരുന്നു. 824 വാഹനങ്ങളുടെ സെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 230 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. ആൻഡ് 27.91% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, കാരണം നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഹോണ്ട സിറ്റി. പക്ഷെ എന്തായാലും ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ കുറച്ച് മോശമായിട്ട് തന്നെ പറയേണ്ടി വരും. ഇനി അടുത്തതായി 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം വെർണയാണ്. വെർണ ഇനീഷ്യലി ഇറങ്ങിയ സമയത്ത് 3000, 3500, 4000 വരെയൊക്കെ ഇതിൻ്റെ സെയിൽസ് പെർ മന്ത് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതും കുറഞ്ഞു. കഴിഞ്ഞ മാസം 1381 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമേ വെർണയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഏപ്രിൽ മാസത്തിൽ 1571 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ഇതിന് ലഭിച്ചത്. അതായത് 190 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. 12.09% ഗ്രോത്ത് റേറ്റ് ആണ്, ഡീഗ്രോത്ത് റേറ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ ലഭിച്ചത്. നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് വെർണ. അതായത് ഏറ്റവും കൂടുതൽ വന്ന ക്യാംറി, അത് കഴിഞ്ഞ സിയാസ്, പിന്നെ വെർണയാണ് നിൽക്കുന്നത്. ഈ വാഹനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വാഹനം ഇപ്പോൾ ഇതാണ്. പ്രത്യേകിച്ച് 1.5 ടർബോ മാനുവൽ എടുക്കുകയാണെങ്കിൽ പിന്നെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഒരു സെഗ്മെന്റിൽ പല വാഹനങ്ങളില്ലാത്ത ഫീച്ചേഴ്സാണ് ഈ പുതിയ ജനറേഷൻ വെർണയിലൂടെ ഹ്യുണ്ടായി കൊടുത്തത്. പക്ഷേ ലോങ് ടേം സെയിൽസിൽ എന്ത് ചെയ്യാനാണ്, താഴേക്ക് തന്നെയാണ് പോയത്. 6th പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ സ്കോഡ സ്ലാവിയാണ്. ഈ സ്ലാവിയും വെർട്ടിസും ഇറങ്ങിയ സമയത്താണ് സെഡാൻസിന്റെ ആ ഒരു കാറ്റഗറിയിൽ കുറച്ചും കൂടി ഉന്മേഷം വന്നത്. കാരണം അത്രയും കാലം നമുക്കങ്ങനെ പുതിയ സെഡാൻസ് ഒന്നും വരുന്നതായിട്ടൊന്നും വലിയ സംഭവം ഇല്ലായിരുന്നു. അതായത് പുതിയ ജനറേഷൻ സിറ്റി വരും, അതുപോലെ അപ്കമിങ് വാഹനങ്ങളുടെ ജനറേഷൻ അപ്ഡേറ്റ്സ് ഒക്കെ വരും. പക്ഷേ ഒരു എൻറ്റയർലി ന്യൂ വാഹനം സെഡാൻസിന്റെ കാറ്റഗറിയിൽ അങ്ങനെ വരാറില്ലായിരുന്നു. അത് ഈ 2 വാഹനങ്ങൾ വന്നതിന് ശേഷമാണ് നമുക്ക് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് കിട്ടിയത്. ആൻഡ് കഴിഞ്ഞ മാസം സ്ലാവിക്ക് 1538 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത്. ഏപ്രിൽ മാസത്തിൽ 1253 വാഹനങ്ങളുടെ സെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 285 വാഹനങ്ങളുടെ വ്യത്യാസവും 22.75% ഗ്രോത്ത് റേറ്റും കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് തന്നെയാണ് സ്ലാവിയയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തതായി 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഇതിൻ്റെ തന്നെ സെയിം സെഗ്മെന്റിലുള്ള വാഹനം, അതായത് സെയിം വണ്ടി തന്നെ വേറൊരു ബ്രാൻഡിന് കീഴിൽ വരുന്നുള്ളൂ, മനസ്സിലായി കാണും. വേർട്ടസ് ആണ്. വേർട്ടസ് ആണ് കഴിഞ്ഞ മാസം ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വിറ്റ വാഹനം. അതായത് നമ്മൾ അബവ് 4 മീറ്റർ കാറ്റഗറിയിൽ നിൽക്കുന്ന സെഡാൻസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് കിട്ടിയ വാഹനം കഴിഞ്ഞ മാസം വേർട്ടസ് ആണ്. 1610 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ഇതിന് കഴിഞ്ഞ മാസം കിട്ടിയത്. ഏപ്രിൽ 1183 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 427 വാഹനങ്ങളുടെ വ്യത്യാസവും 36.09% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്ത് ബേസിൽ വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് കഴിഞ്ഞ മാസം വേർട്ടസ്. ഇതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന 2nd പൊസിഷനിലുള്ള സിറ്റിയാണ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന കാറ്റഗറിയിൽ. ബട്ട് സ്റ്റിൽ വേർട്ടസ് തന്നെയാണ് ഇപ്പം ഈ ഒരു സെഗ്മെന്റ് ലീഡ് ചെയ്ത് നിൽക്കുന്ന എന്ന് പറയാം. സാധാരണ രീതിയിൽ ഫോക്സ്വാഗന്റെ വാഹനങ്ങൾ അങ്ങനെ ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു റേഞ്ചിലേക്കൊന്നും വന്നിട്ടില്ല. ഈവൻ ഇതിന്റെ SUV വേർഷനായിട്ട് ആയതുകൊണ്ട് എടുക്കുകയാണെങ്കിൽ അബവ് 4 മീറ്റർ കാറ്റഗറിയിലുള്ള SUVസിൽ അത് എവിടെയും സ്റ്റാൻഡ് ചെയ്യുന്നില്ല. പക്ഷേ വേർട്ടസിന് അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് ആണ് കിട്ടിയെന്ന് പറയാം.
ഇനി നമ്മൾ സപ്പോമീറ്റർ സെഡാൻസിലേക്ക് കയറാണ്. 4th പൊസിഷനിൽ നിൽക്കുന്ന ടാറ്റയുടെ ടിഗോറാണ്. കഴിഞ്ഞ മാസം 2098 വാഹനങ്ങൾ സെയിൽസ് മാത്രമേ ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഏപ്രിലിൽ 2153 വാഹനങ്ങൾ സെയിൽസും കിട്ടിയായിരുന്നു. 55 വാഹനങ്ങളുടെ വ്യത്യാസവും 2.55% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ടിഗോർ ടാറ്റ ഇടയ്ക്ക് വെച്ച് CNG കൊടുത്തും ഇലക്ട്രിക് കൊടുത്തും ഒക്കെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നതായിരുന്നു. അതായത് ഒരു മാസം ഒരു 3000-4000 ആ റേഞ്ചിലൊക്കെ വിൽക്കുന്ന രീതിയിൽ. പക്ഷേ പിന്നെയും ഈ വണ്ടിയുടെ സെയിൽസ് താഴത്തോട്ട് പോയി. ചിലപ്പോൾ ആൾക്കാർക്ക് ഈ ഒരു വണ്ടിയിൽ ഇപ്പം വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലായിരിക്കും. കാരണം ടാറ്റയുടെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിപ്പം CNG എടുക്കാനാണെങ്കിൽ തന്നെ ഒരു ട്വിൻ സിലിണ്ടർ ടെക്നോളജിയുടെ 5 മെട്രോസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ആൻഡ് ഇലക്ട്രിക്കലും ബെറ്റർ ഓപ്ഷനായിട്ട് നമുക്ക് ഇത്തിരി കൂടെ പൈസ കൊടുക്കുകയാണെങ്കിൽ 5 EV ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ വാഹനത്തിന്റെ ഡിമാൻഡ് ഇപ്പോൾ താഴെ പോയത്. ഇനി 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹോണ്ട അമേസ് ആണ്. അമേസും ഒരു കാലത്ത് നന്നായിട്ട് ലീഡ് ചെയ്ത് നിന്നിരുന്നൊരു വാഹനമായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ സെയിൽസും താഴേക്ക് പോയിട്ടുണ്ട്. 2215 വാഹനങ്ങൾ സെയിൽസ് ആണ് കഴിഞ്ഞ മാസത്തിന് കിട്ടിയത്. ഏപ്രിൽ അതിലും കുറവായിരുന്നു. 1796 വാഹനങ്ങളുടെ സെയിൽസ് ഉണ്ടായിരുന്നുള്ളൂ. 419 വാഹനങ്ങളുടെ വ്യത്യാസവും 23.33% ഗ്രോത്ത് റേറ്റുമാണ് അമേസിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ 3ാമതായി ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള ഒരു വാഹനം കൂടിയാണ് അമേസ്. പിന്നെ ഈ വണ്ടിക്ക് ഇപ്പോൾ വരുന്ന സെയിൽസിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇതിനൊരു ജനറേഷൻ അപ്ഡേറ്റ് ഇപ്പോൾ ഡ്യൂ ആയി നിൽക്കുകയാണ്. 3rd ജനറേഷൻ അമേസ് ഒന്നെങ്കിൽ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം സ്റ്റാർട്ടിംഗ് ആയിട്ട് തന്നെ വരും. അതിന്റെ ഡെവലപ്മെന്റ് ഒക്കെ ഹോണ്ട തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇനി വരാൻ പോകുന്ന പുതിയ ജനറേഷൻ മോഡൽ ഇങ്ങനെ സ്റ്റാൻഡ് അലോൺ പ്ലാറ്റ്ഫോം ആയിരിക്കില്ല. സിറ്റിയുടെ 5th ജനറേഷൻ മോഡലിന്റെ പ്ലാറ്റ്ഫോമിലായിരിക്കും അതും വരാൻ പോകുന്നത്. ഒബ്വിയസ്ലി എൻ്റെ ഷോർട്ട് വീൽ ബേസ് ആയിരിക്കും. പക്ഷെ എന്നാലും അത് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള തീരുമാനമാണ്. അപ്പോൾ നിങ്ങൾ ഇതെടുക്കാൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യുന്നത് ഒരു നല്ല തീരുമാനമായിരിക്കും. ഇനി അടുത്തതായി 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ ഓറയാണ്. ഓറയ്ക്ക് കഴിഞ്ഞ മാസം 4433 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത്. ഇതിന്റെ സെയിൽസ് അത്യാവശ്യം കൺസിസ്റ്റന്റ് ആയിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട് എന്ന് പറയാം നമ്മൾ മന്തിൽ നോക്കുകയാണെങ്കിൽ. കാരണം ഏപ്രിൽ മാസത്തിലും 4526 വാഹനങ്ങളുടെ സെയിൽസിന് കിട്ടിയായിരുന്നു. ജസ്റ്റ് 93 വാഹനങ്ങളുടെ വ്യത്യാസമുള്ളൂ. 2.05% ഡീഗ്രോത്ത് റേറ്റേ വന്നിട്ടുള്ളൂ. അതായത് ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. പക്ഷെ എന്നാൽ ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ഇതാണ്. ആൻഡ് നമ്മളിപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 4000 വണ്ടികളുടെ സെയിൽ ഒരു സെഡാന് കിട്ടുക എന്ന് പറയുന്നത് അത്ര മോശം കാര്യമല്ല. പിന്നെ പണ്ട് ഇതിന് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പൊതുവെയുള്ള സെഡാൻസിൻ്റെ ഡിമാൻഡൊക്കെ താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയെങ്കിലും സെയിൽസ് മാക്സിമം പിടിച്ചു നിർത്താൻ പറ്റുമോ അത്രയും പിടിച്ചു നിർത്തുന്നതാണ് നല്ലതെന്ന് പറയേണ്ടി വരും. പിന്നെ സപ്പോമീറ്റർ ആയതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് അവർക്ക് പ്രോഫിറ്റ് മാർജിൻസ് ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് മാക്സിമം സെയിൽ കിട്ടിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഡിസയർ ആണ്. നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ മാസം 16061 വാഹനങ്ങളുടെ സെയിൽസും ഏപ്രിൽ മാസത്തിൽ 15825 വാഹനങ്ങളുടെ സെയിൽസും കിട്ടിയതാണ്. 236 വാഹനങ്ങളുടെ വ്യത്യാസം മാത്രമേ ഇതിന് വന്നിട്ടുള്ളൂ. അതും ഗ്രോത്ത് ആണ്. 1.49% ഗ്രോത്ത് റേറ്റ് ഇതിന് വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഇതിനാണ്. പക്ഷേ 16000 വണ്ടികളുടെ സെയിൽസ് ഒരു സെഡാന് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് ഇങ്ങോട്ട് ഗ്രോത്ത് വരാനാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ഇത് തന്നെ നല്ല ഗംഭീര സെയിൽസ് ആണ്. ആൻഡ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിന് ഒരു ജനറേഷൻ അപ്ഡേറ്റ് ഡ്യൂ ആയി നിൽക്കുകയാണ്. 4th ജനറേഷൻ സ്വിഫ്റ്റ് അവർ ലോഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ അത് ബേസ്ഡ് ആയിട്ടുള്ള പുതിയ ജനറേഷൻ ഡിസയറും ഉറപ്പായിട്ടും നമുക്ക് ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ വരുന്നതായിരിക്കും. പക്ഷെ എന്നാലും ഇപ്പോഴും ആൾക്കാർ ഈ ഒരു വാഹനം ഇത്രയധികം വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനിപ്പം നമുക്ക് സെയിൽസിൽ കുറ്റം പറയാനൊന്നുമില്ല. ഗൈസ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ 10 സെഡാൻസിന്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.